ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചുബുക സമർപ്പിതജാനുഃ അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചുബുക സമർപ്പിതജാനുഃ करतलभिक्षस्तरुतलवासः तदभिन मुञ्जत्याशापाशः भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे. ആചാര്യർ ആശയുടെ ദുരവഗാഹതയെ പറയുകയാണ്. ഒരിത്രയായാലും ആശ മനുഷ്യനെ വിട്ടുവാനില്ല എന്നാണ്. എന്ന് പറയുകയാണ് അഗ്രേവന്ഹി പൃഷ്ഠേജാനു. അത് പത്രൻ്റെ ദരിദ്രനാണ്. അവനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുമ്പിൽ തീയുണ്ട്, പുറകിൽ സൂര്യപ്രകാശമാണ്, സൂര്യ തേജസ്സുണ്ട് പുറകുഭാഗവും, തീ കൊണ്ട് പുറോഭാഗവും അങ്ങനെ ജ്വലിക്കുകയാണ്, കുത്തിക്കാളുകയാണ്. രാത്രിയായാലോ തണുപ്പ് സഹിക്കവയ്യ, പുതയ്ക്കാൻ വഴിയില്ല, അതുകൊണ്ട് കൂനിക്കൂടിയിരിക്കുകയാണ്. രാത്രവും ചിബുക സമർപ്പിത ജാനു, കാൽമുട്ടിൽ തൻ്റെ താടി വച്ച് അങ്ങനെ കൂനിക്കൂടിയിരിക്കുകയാണ്. കാരണം തണുപ്പ് സഹിക്കുന്നില്ല, അതിനെ പുതച്ച് തണുപ്പ് അകറ്റുന്നത് വഴിയില്ല. അപ്പോൾ പകൽ മുഴുവനും സൂര്യൻ്റെ പ്രകാശവും അഗ്നിയുടെ താപവും കൊണ്ട് കഷ്ടപ്പെട്ടു. രാത്രി തണുപ്പ് കൊണ്ട് സഹ്യമായിത്തീരുന്നു. അങ്ങനെ കൂനിക്കൂടിയിരുന്ന് ഏതെങ്കിലും തരത്തിൽ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. പോട്ടെ, അത് കഴിഞ്ഞാലോ കരതല ഭിക്ഷ. അവന് ഭിക്ഷ യാചിക്കാൻ പാത്രമില്ല. കൈക്കുമ്പിളിലാണ് അവൻ ഭിക്ഷ നേടുന്നത്, കരതലത്തിലാണ് ഭിക്ഷ നേടുന്നത്. അത് വസ്തു ഉണ്ണാൻ നിവൃത്തിയിൽ ആ കരതലത്തിൽ തന്നെ അങ്ങനെ ഭക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു യാചകൻ പിന്നെ താമസിക്കുന്നത് തരുതലവാസ, തരുതലത്തിന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് വസിക്കുന്നത്. അപ്പോൾ പകൽ സൂര്യൻ്റെയും അഗ്നി തീയുടെയും ചൂടേറ്റ് രാത്രി തണുപ്പ് സഹിക്കവയ്യാതെ കൂനിക്കൂടി കാൽമുട്ടിൽ തൻ്റെ താടിയെല്ലും വെച്ച് അങ്ങനെ കഷ്ടപ്പെടുന്ന വൃത്തൻ രാവിലെ ഭക്ഷ്യയാചിക്കാൻ പാത്രമില്ലാത്തതുകൊണ്ട് കരതലത്തിൽ തന്നെ ഭിക്ഷ നേടി അത് ഭക്ഷിച്ച്, അത് കഴിഞ്ഞാലോ തരുതലവാസ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് അവൻ്റെ വിശ്രമിക്കാൻ അവൻ്റെ സ്ഥലമില്ല. ഇത്രയൊക്കെ ആയാലും തലബിന മുഞ്ചത്യാശാപാശ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ മുഴുകി കഷ്ടപ്പെട്ട് ആഹാരം കഴിക്കാൻ പോലും പ്രയാസപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലും ആശാപാശം അവനെ വിട്ടുപോകുന്നില്ല. ആശയാകുന്ന ആ ബന്ധനം അവനെപ്പോഴും പിന്തുടരുകയാണ്. അപ്പോൾ ആശയിൽ നിന്ന് മോചനം നേടാതെ അവന് കഷ്ടപ്പെടുകയാണ്. ഈ അവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരു അത്യന്തം പറയും ഏതെങ്കിലും ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന്. പക്ഷേ ഇതല്ല, കഷ്ടപ്പാടിൽ പോലും ജീവിക്കാൻ പോലും നിവൃത്തിയില്ല. കഷ്ടപ്പെട്ടാൽ ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം, എനിക്ക് മറ്റേത് പണം വേണം, എനിക്ക് സുഖം വേണം, എനിക്ക് മൃഷ്ടാന്ന ഭോജനം വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പിന്നെയും മനോരഥത്തിൽ അങ്ങനെ ആഴ്ന്ന് അവന് അഴുകയാണ്. ആശകൾ അങ്ങനെ തുടരെ വർദ്ധിച്ചു വരികയല്ലാതെ ആശകൾ കുറയുന്നില്ല. നമ്മുടെ ധൈര്യത്തെ മനസ്സിന് ധീരതയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഈ ആശ. ധൈര്യധ്രുമധ്വംസിനീന്ന്, ധൈര്യമാകുന്ന വൃക്ഷങ്ങളെ കടവൊഴുകി എറിയുന്നതാണ് ഈ ആശ. അതുകൊണ്ട് മനുഷ്യ വൃദ്ധ, നീ ആശയ്ക്ക് അടിമപ്പെടാതെ ഈ വാർദ്ധക്യത്തിൽ
ആ ഭഗവാനെ ഭജിക്കൂ. ഭഗവാനെ ഭജിച്ച് നിൻ്റെ ആ ജീവിതം മനുഷ്യജന്മത്തെ സഫലമാക്കൂ. അതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇതാണ് നിനക്ക് ശരണം, മറ്റൊന്നും നിനക്ക് ശരണമല്ല. അതുകൊണ്ട് ആശയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കൂ എന്ന് ആചാര്യൻ ഉപദേശിക്കുക.